നമസ്കാരം. നമ്മളിന്ന് ജ്യോതിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം പഠിക്കുകയാണ്. പ്രായോഗിക ജീവിത തലങ്ങളിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമം. അതിനു മുമ്പ് ചെറിയ കമൻസുകളിലേക്ക്. കമൻസിൽ കുറച്ച് കമൻസ് മലയാളം ഇംഗ്ലീഷിലാക്കി മംഗ്ലീഷിലാക്കി എഴുതിയിട്ടുള്ളതാണ്. അത് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് ഒഴിവാക്കുന്നു. അടുത്തത്, 2 ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്താലും യോഗം ചെയ്താലും ഓരോ ബലം തന്നെയാണോ പറയുക? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ 2 ഗ്രഹങ്ങൾ യോഗം ചെയ്താലുള്ളൊരു ഫലം പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രഹങ്ങൾ 1 2 ഭാവാധിപത്യം, 12ാം ഭാവാധിപത്യം അല്ലെങ്കിൽ 8ാം ഭാവാധിപത്യം അല്ലെങ്കിൽ 5ാം ഭാവാധിപത്യം, ഏത് ഭാവപതി എന്ന് നോക്കി അവർ ഏത് ഭാവത്തിൽ യോഗം ചെയ്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ നിന്ന്, ഏത് രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് നിൽക്കുന്ന ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുന്നു, അതേത് ഭാവാധിപൻ, അങ്ങനെയൊക്കെ നോക്കിയേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അടുത്ത് ഞാനൊരു കുട്ടിയുടെ ജാതകം ഇട്ടിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുട്ടിയാണോ പെണ്ണോ എന്ന് പറഞ്ഞില്ല. വിദേശത്ത് പെണ്ണും ഒരുമിച്ച് താമസിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കാളസർപ്പയോഗ ഫലമാണ്. അതായത് ലെസ്ബിയൻ എന്ന് പറയും. സാധാരണ രീതിയിൽ 2 പേർ ഒരുമിച്ച് ജീവിക്കുക, വ്യത്യസ്തരായ ലിംഗത്തിൽപ്പെട്ടവരായിരിക്കാം. പക്ഷേ ചിലർ ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തന്നെ ആകർഷണം ഉണ്ടായി ഒരുമിച്ച് താമസിക്കാറുണ്ട്. അങ്ങനെ താമസിക്കാൻ സാധ്യതയുള്ളവർക്ക് കാളസർപ്പയോഗ ഫലം എന്ന ഇദ്ദേഹം പറഞ്ഞിരിക്കുക. ഞാൻ കാളസർപ്പയോഗത്തിൻ്റെ നിരർത്ഥകത പറഞ്ഞിട്ടുണ്ട്. രാഹു കേതുക്കളുടെ ആക്സിസിന് ഇടയിൽ ഗ്രഹങ്ങളും ലഗ്നവും വരുന്നതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ആരും നോക്കാറില്ല. നമ്മളെ അനുഭവ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു നിയമമായി മാറും. അതാണ് ഞാനിനി അടുത്ത ഈ എപ്പിസോഡിൽ തന്നെ പറയാൻ പോകുന്നത്. അടുത്ത് ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും സംഗതി ഇട്ടിട്ട് അതിൻ്റെ ഫലം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് വ്യക്തിപരമായി പറയണമെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടുക, എല്ലാ വിവരങ്ങളും പറയുന്നതായിരിക്കും. ചാരവശാലുള്ള ഫലം ലഗ്നാലാണെന്ന് ഏത് ഗ്രന്ഥത്തിൽ, ഏത് ശ്ലോകം എന്നറിയിക്കാമോ? ചാരവശാലുള്ള ഫലം എല്ലാ ഗ്രന്ഥങ്ങളിലും പണ്ട് കാലത്ത് എഴുതി വച്ചിട്ടുള്ളത് ചന്ദ്രാലാണ്, ലഗ്നാൽ പറഞ്ഞിട്ടില്ല. അതായത് ലഗ്നം വരുന്നതിന് മുമ്പുള്ള ഒറ്റ കൺസെപ്റ്റ്, ലഗ്നം പിന്നെ വന്നതാണ്. ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ള ആയിരുന്നു ജ്യോതിഷത്തിലെ നിരീക്ഷണങ്ങൾ ഏറെ. പക്ഷേ പിൽക്കാലത്ത് ആ നിരീക്ഷണങ്ങളെക്കാൾ ഒരു കൃത്യത വന്നത് ലഗ്നാൽ നോക്കുമ്പോഴാണ്. ലഗ്നാലാണ് എല്ലാ ഭാവാധിപത്യവും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ജാതകത്തിൽ ലഗ്നം ഏതേത് ഭാവങ്ങളിൽ നിൽക്കുന്നോ അതുമായി ചാരവശാൽ കറങ്ങി വരുമ്പോഴാണ് ജീവിതയാത്രാ അനുഭവങ്ങളിൽ കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ ശ്ലോകങ്ങളിൽ ഏത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല, പ്രായോഗിക ജീവിതത്തിൽ അനുഭവ തലങ്ങളിലൂടെ വരുന്നതിനെ നാം സ്വീകരിക്കാറ്. ചാരവശാൽ നോക്കുന്നത് ജന്മക്കൂറിൽ നിന്നല്ലേ സാർ? വീണ്ടും അതേ ചോദ്യമാണ്. അല്ല, നോക്കിയാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല. ചാരവശാൽ നോക്കുന്നത് ലഗ്നാൽ തന്നെയാണ്. പലരും ആശയക്കുഴപ്പത്തിൽ കിടക്കുന്ന കാര്യമാണത്. ജാതകത്തിൽ രാഹുകേതുക്കളെ ഒഴിവാക്കിയാൽ വിംശോത്തരി ദശാസമ്പ്രദായ പ്രകാരം രാഹുവിൻ്റെ 18 വർഷവും കേതുവിൻ്റെ 7 വർഷവും ഒഴിവാക്കണോ? മറ്റ് ഗ്രഹങ്ങളുടെ ദശാകാലയളവിൽ രാഹുകേതുക്കളുടെ അപകാരകാലവും ഒഴിവാക്കണോ? ഈ പൊല്ലാപ്പിന് പോവാതെ ആ ദശാസമ്പ്രദായം തന്നെ ഒഴിവാക്കുക, അത്ര തന്നെ. ദിശ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അതിൻ്റെ അർത്ഥശൂന്യതയെപ്പറ്റി ഞാൻ മുൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സാർ, ചൊവ്വ കർക്കിടകത്തിൽ നീചമല്ലേ? അതെ, ഞാൻ ഈ ചാരവശാലുള്ള ഫലം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ചൊവ്വ കർക്കിടകത്തിൽ ഇപ്പോൾ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്ന് തെറ്റിപ്പറഞ്ഞുപോയി. ക്ഷമിക്കുക, നീചത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. ഒരു 4 വരി ശ്ലോകം പുരാതന ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതിനെ എടുത്ത് ഇവർ പറഞ്ഞ നിയമം ഇത് പ്രായോഗിക ജീവിതത്തിൽ നടമാടുന്നുണ്ടോ, അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇടക്ക്
ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ആസ്ട്രോളജി മാഗസിനിൽ അവർ ഈ നിയമം വച്ചിട്ട് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ നിയമം അനുസരിച്ച് ജീവിച്ചിരിക്കുന്ന ഇന്നും ജീവിച്ചിരുന്നവരുമായിട്ടുള്ള കുറേ പേരുടെ ജാതകം, നൂറുകണക്കിന് ആളുകളുടെ ജാതകം എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ നിയമം വർക്കൗട്ടായിട്ടുണ്ട്. പുരാതന ആചാര്യന്മാർ സംസ്കൃത രൂപത്തിൽ എഴുതി നമുക്കായി പ്രദാനം ചെയ്ത് തന്ന ഈ ശ്ലോകം അത് പ്രായോഗിക തലത്തിൽ വരുന്നുണ്ട്. ചിലത് വരാറില്ല. പ്രായോഗിക തലത്തിൽ വരുന്നതിനെ മാത്രമേ നാം അത് അംഗീകരിക്കൂ, ഒരു നിയമമാക്കൂ. അപ്പോൾ ആ ശ്ലോകം എന്താണ്? യസ്യ ജാതകേ സുദേശേ ധനകേ യുദേവ ദൃഷ്ടേ തസ്യ ശ്രേഷ്ഠ പദവീച കീർത്തി വിഭവം ലഭ്യത. ഈ നിയമം, ഇതാണ് കാര്യം ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ നിയമം വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന ഗവേഷകന്മാർ പറയുന്നത്. ഇപ്പം എന്താണത്? യസ്യ ജാതകേ സുദേശേ, സുദേശൻ ജാതകത്തിൽ, സുദേശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓരോ ഭാവാധിപനും സംസ്കൃതത്തിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ സുദേശൻ എന്ന് പറഞ്ഞാൽ 5ാം ഭാവാധിപൻ. സുദേശൻ, ശ്രദ്ധിക്കുക, 5ാം ഭാവാധിപൻ. ധനകേ യുദേവ ദൃഷ്ട, ധനഭാവത്തിൽ, ധനഭാവം എന്ന് പറഞ്ഞാൽ 2ാം ഭാവം, ധനഭാവത്തിൽ നിൽക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ ഫലം ശ്രേഷ്ഠ പദവീച്ച, ശ്രേഷ്ഠ പദവി, കീർത്തി, വിഭവം, വിഭവം എന്ന് പറഞ്ഞാൽ ധനം, ശ്രേഷ്ഠ കീർത്തി, വിഭവങ്ങൾ, ധനം എന്നിത്യാദി കാര്യങ്ങൾ ലഭ്യത. മുകേഷ് അംബാനി, റൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ, തെക്കൻ കൊറിയൻ പ്രസിഡന്റ്, ഇങ്ങനെ അനവധിയായ വൻ പണക്കാരായ രാഷ്ട്രത്തലവന്മാർ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ, കലാരംഗത്തും കായിക രംഗത്തുമുള്ള നിരവധിയായ പ്രതിഭകളായ സമ്പന്നർ, വൻ വ്യവസായികൾ, ഇവരുടെയൊക്കെ ജാതകത്തിൽ ഈ കോമ്പിനേഷൻ ഉണ്ടെന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുകേഷ് അംബാനി മുതൽ നൂറ്റാണ്ടുകൾക്കുമപ്പുറം മുഗള സാമ്രാജ്യത്ത് ജീവിച്ചിരുന്ന ഷാജഹാൻ ചക്രവർത്തിയിൽ വരെ നൂറുകണക്കിന് ആളുകളുടെ ഉദാഹരണം, എല്ലാവരുടെയും പേര് പറയാൻ നിവർത്തിയില്ല. നമുക്ക് ആ നിയമം എന്താണെന്ന് പരിശോധിക്കാം. ലഗ്നം ഏത് രാശിയുമായി കൊണ്ടുപോട്ടെ. ഇപ്പം തുലാ രാശിയുടെ ലഗ്നം എന്ന് വിചാരിക്കുക. ഇതിൻ്റെ 5ാം ഭാവാധിപത്യം വഹിക്കുന്നത് കുംഭം രാശിയുടെ അധിപനായ ശനിയാണ്. ശനി ഈ 2ാം ഭാവവുമായി ബന്ധപ്പെട്ട് വരണം. അതെങ്ങനെയാ ബന്ധപ്പെടുക? ശനി ഒന്നുകിൽ ഇവിടെ നിൽക്കണം, ശനി ഇവിടെ നിൽക്കണം, അല്ല എങ്കിൽ ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് 3ലേക്ക് ശനിക്ക് ദൃഷ്ടിയുണ്ട്. ഇവിടെ നിന്നില്ല എങ്കിലും ശനി 12ൽ നിന്നാൽ 3ലേക്ക് ദൃഷ്ടിയുണ്ട്. ആ 3 ലഗ്നാൽ 2ആണ്. 8ൽ നിന്നാൽ, ലഗ്നാൽ 8ൽ നിന്നാൽ 2ലോട്ട് ദൃഷ്ടിയുണ്ട്. ഇവിടെ നിന്നാലും 10ലേക്കുള്ള ദൃഷ്ടി ഇവിടെ തന്നെ. എന്ന് പറഞ്ഞാൽ ഇവിടെയോ തുലാലഗ്നക്കാരൻ്റെ ജാതകത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ അത് 2ാം ഭാവവുമായി ബന്ധപ്പെടുന്നു. അതിൻ്റെ റിസൾട്ട് നമ്മൾ കേട്ടല്ലോ. ധനം, കീർത്തി, ശ്രേയസ് ഇതെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മറ്റേത് ഉദാഹരണവും ഇതുപോലെ നമുക്ക് നോക്കാം. സിംഹലഗ്നക്കാരൻ്റെ 5ാം ഭാവപതിയാണ് ഗുരു. ഗുരു 2ൽ കന്നിയിൽ ഇവിടെ നിൽക്കുകയോ, ഗുരുവിൻ്റെ ദൃഷ്ടി, ഗുരു ഇവിടെ നിന്നാൽ ദൃഷ്ടി ഉണ്ടാകും, മീനത്ത് നിന്നാൽ ദൃഷ്ടി ഉണ്ടാകും, ഗുരു ഇവിടെ നിന്നാലും 9ലേക്കുള്ള ദൃഷ്ടി, അങ്ങനെ 2മായി ബന്ധപ്പെടുക.
ഏതൊരു ലഗ്നക്കാരൻ്റെയും 5ാം ഭാവാധിപൻ 2ാം ഭാവവുമായി ബന്ധപ്പെടുക. ഒരല്പം കൂടെ പറഞ്ഞാൽ 2ാം ഭാവാധിപനുമായി കൂടെ ബന്ധപ്പെട്ടാൽ ശ്രേഷ്ഠത ഏറും. ഇനി ഗുരുവിനെയും ശനിയെയും കുജനെയും അല്ലാണ്ട് ഒറ്റ ദൃഷ്ടി മാത്രമുള്ള 7ലേക്ക് മാത്രം ദൃഷ്ടിയുള്ള ഗ്രഹങ്ങളും ഉണ്ടാകുമല്ലോ. മേടം രാശിക്കാരൻ്റെ 5ാം ഭാവാധിപൻ രവിയാണ്, സുദേശൻ രവിയാണ്. ഈ 2ാം ഭാവത്തിലേക്ക് രവി ബന്ധപ്പെടണമെങ്കിൽ രവി ഒന്നുകിൽ ഇടവത്തുണ്ടാകണം, അല്ലെങ്കിൽ വൃശ്ചികത്തിലുണ്ടാകണം. ഈ 2 രാശിയിൽ നിന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. അപ്പോൾ രവി 2ൽ നിന്നാൽ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, പരക്കെ നിന്ദിക്കപ്പെട്ട ഭക്ഷണം കഴിക്കും, രാജാവിനാൽ ധനം ഉണ്ടാക്കുകയും അത് രാജാവിനാൽ അപഹരിക്കപ്പെടും എന്ന് രാശിശീലത്തിൽ റിസൾട്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ കാര്യം മാറി മറിയുന്നുണ്ടല്ലോ. ഈ ലഗ്നക്കാരൻ്റെ 5ാം ഭാവാധിപനായ രവി 2മായി ബന്ധപ്പെടുന്നത് നല്ലതാണല്ലോ. ഇങ്ങനെ ജ്യോതിഷ നിയമം എന്ന് പറയുന്നത് ഒറ്റ കാര്യവും ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ജാതകം ചിന്തിക്കാൻ പാടില്ല. അതിനാണ് ഞാനിത് പ്രത്യേകം ഇട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി.